ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് നമ്മൾ എടുക്കുന്ന, ഞാൻ പറഞ്ഞു, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫാൻ, അതുപോലെ TV, ഫ്രിഡ്ജ്, ഇതെല്ലാം നമ്മളൊരു റെസിസ്റ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന കണ്ടക്ടർ അല്ലെങ്കിൽ മെറ്റീരിയൽ അല്ലെങ്കിൽ അപ്ലയൻസ് ഏതാണോ അത് പ്യുവർലി റെസിസ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് അതിനകത്ത് ഹീറ്റ് ആയിട്ടായിരിക്കും ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. അതായത് അതിനകത്ത് കൂടുതലും ആ ഹീറ്റിന്റെ എഫക്റ്റ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. അതായത് കൊടുക്കുന്ന എനർജി അത്രയും ഹീറ്റായി പോകാനാണ് ഉപയോഗിക്കുന്നത്. ഇതിനാണ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന എനർജി ഫുള്ളി ഡിസിപ്പേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഹീറ്റ് എനർജി ആയിട്ട് മാത്രമായിരിക്കും. അതായത് ആ കണ്ടക്ടറിൽ എന്ത് വർക്ക് നടന്നിട്ടുണ്ടോ ആ വർക്ക് എല്ലാം ഹീറ്റ് എനർജി ആയിട്ടായിരിക്കും മാറുന്നത്, അല്ലേ? ഇപ്പൊ സപ്പോസ് ഒരു കണ്ടക്ടർ എടുക്കുക, ഒരു കണ്ടക്ടറാണിത്. ഇതിലേക്ക് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തു. പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തപ്പോൾ എന്തുണ്ടായി? ഇതിലെ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്തു, അല്ലേ? കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ ഇലക്ട്രോൺസ് എല്ലാം ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലേ? ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആണല്ലോ അതിനകത്തുള്ളത്. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഇതിനകത്തുള്ള ഫിക്സഡ് അയോണുകളുമായിട്ടും അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കിളുകളുമായിട്ട് കൊളൈഡ് ചെയ്യുന്നുണ്ട്, കൊളീഷൻ സംഭവിക്കുന്നുണ്ട്, അല്ലെ? കൊളീഷൻ സ്ട്രോങ് ആയിട്ട് ഇത് മൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ബാക്കി ആ ആറ്റത്തിനകത്തുള്ള മറ്റു പാർട്ടിക്കിൾസുമായിട്ട് കൊളീഷൻ സംഭവിക്കും. അങ്ങനെ കൊളീഷൻ സക്സസീവ് ആയിട്ട് കൊളീഷൻ ഇങ്ങനെ റാൻഡം ആയിട്ട് സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊളീഷൻ മൂലം എന്ത് ജനറേറ്റ് ചെയ്യും? ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യും, അല്ലെ? കൊളീഷൻ നടക്കുമ്പോൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹീറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഹീറ്റ് എനർജിയാണ് നമ്മുടെ ഹീറ്റിംഗ് എഫക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതിനകത്ത് ഉള്ള ഈ കണ്ടക്ടറിൽ വർക്ക് നടന്നാൽ ആ വർക്ക് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. പ്യുവർ റെസിസ്റ്റീവ് കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ സോഴ്സ് ഫുള്ളി എന്തായിട്ടാണ് ഡിസിപ്പേറ്റ് ചെയ്യുന്നത്? ഹീറ്റ് എനർജി ആയിട്ടായിരിക്കും ഡിസിപ്പേറ്റ് ചെയ്യുന്നത്, അല്ലെ? നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. V = W/Q ആണ് എന്ന് നമുക്കറിയാം, അല്ലെ? W വർക്ക് ഡൺ ഫോർ എ യൂണിറ്റ് ചാർജ് ടു മൂവ് ഫ്രം വൺ ടു അനദർ ആണല്ലോ വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ വർക്ക് ഡൺ ബൈ Q എന്ന് നമുക്ക് വോൾട്ടേജിനെ എഴുതാമല്ലോ, പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ എഴുതാം. ഇനി ഈ വർക്ക് ഡൺ എന്തായി മാറുമെന്ന് പറഞ്ഞു? ഹീറ്റ് എനർജി ആയി മാറുമെന്ന് പറഞ്ഞു. അതായത് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഹീറ്റ് എനർജി ഡിസിപ്പേറ്റ് ചെയ്തതാണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോ ഹീറ്റ് എനർജിക്ക് പകരം H എന്ന് കൊടുക്കാം, H/Q എന്ന് എഴുതാൻ പറ്റും, അല്ലെ? ഹീറ്റ് എനർജി ബൈ Q. ആ ചാർജ് കൊളൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോഴുള്ള ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്ന സോഴ്സ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ നിന്ന് ഹീറ്റ് എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? ഹീറ്റ് എനർജി = V/Q. അപ്പം H ഇവിടെ നിന്നാൽ V/Q വരും. എന്ത്? ഹീറ്റ് എനർജി ഡിസിപ്പേറ്റഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം കറണ്ടിന്റെ ഇക്വേഷൻ വെച്ച്, അതായത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ഇക്വേഷൻ വെച്ച് I എന്ന് പറയുന്നത് എന്താണ്? Q/T ആണ്. എന്ത്? I എന്ന് പറയുന്നത്, അല്ലെ? I = Q/T. ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ് ആണ് കറണ്ട് എന്ന് പറയുന്നത്, അല്ലെ? അതിൽ നിന്ന് Q നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. Q എന്ന് പറഞ്ഞാൽ എന്ത് വരും? I/T വരും, അല്ലെ? Q എന്ന് പറഞ്ഞാൽ I/T വരും. ഈ വാല്യൂ നമ്മൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ എഴുതാം? V/I/T എന്ന് എഴുതാം. അപ്പൊ ഹീറ്റ് എനർജി H എങ്ങനെ കിട്ടി? V/I/T. ഇതാണ് ഡിസിപ്പേറ്റ് ആയ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. ഡിസിപ്പേറ്റ് ആയ ഹീറ്റ്, അതായത് ഒരു കണ്ടക്ടർ പ്യുവർലി റെസിസ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കൊടുക്കുന്ന സോഴ്സ് എനർജി എന്ന് പറഞ്ഞാൽ ഫുള്ളി ഹീറ്റ് എനർജി ആയിട്ടായിരിക്കും ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. അതിലെ കൂടെയുള്ള കറണ്ടും വോൾട്ടേജും ആ ടൈം ഓഫ് ഫ്ലോയും അറിയാമെങ്കിൽ ആ ഹീറ്റ് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? H = V/I/T എന്ന് പറയും. ഇനി നമുക്ക് മറ്റൊരു ഇക്വേഷനിൽ നിന്ന് ഉണ്ടാക്കാം. അതായത് നമുക്ക് ഓംസ് ലോ വഴി V എന്താണെന്നറിയാം? V = I/R ആണെന്ന് നമുക്കറിയാം, അല്ലെ? V = I/R ആണെന്ന് നമുക്കറിയാം. ആ വിയുടെ സ്ഥാനത്ത് I/R ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ, അല്ലെ? അപ്പൊ എങ്ങനെ വരും? Vക്ക് പകരം I/R ഇൻറ്റു ഇവിടെ ഒരു I ഉണ്ട്, പിന്നെ ഇവിടെ T ഉണ്ട്, അല്ലെ? T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ H എങ്ങനെ എഴുതാം? H = I രണ്ടെണ്ണം ഉണ്ട്, അല്ലെ? അപ്പൊ I² R T എന്ന്
എഴുതാം. ഇത് മറ്റൊരു ഇക്വേഷൻ ആണ്. ഹീറ്റ് എനർജി കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് I²RT. അപ്പൊ രണ്ട് ഇക്വേഷൻ ഉണ്ട് ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ. വോൾട്ടേജും കറണ്ടും ടൈമും ഉണ്ടെങ്കിൽ H=VIT വെച്ച് ഹീറ്റ് എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I²RT. ഈ I²RT ആണ് നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? I²RT ഈസ് കോൾഡ് ജൂൾസ് ലോ ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ്. ജൂൾസ് ലോ ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ് എന്നാണ് I²RT അറിയപ്പെടുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇത് നമുക്ക് ഈ ജൂൾസ് ലോ എന്താണെന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ജൂൾസ് ലോ ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ഇക്വേഷൻ കിട്ടിയായിരുന്നു H=I²RT അല്ലേ? H=I²RT. ഇതിൽ നിന്നാണ് ജൂൾസ് ലോ വന്നത്. അതായത് ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ പ്യുവർലി റെസിസ്റ്റീവ് കണ്ടക്ടർ അല്ലെങ്കിൽ സർക്യൂട്ട് ഈസ് directly proportional to the square of the current through the conductor and resistance of the conductor and also the time of flow of current through that conductor. ഇതിന്റെ മൂന്നിന്റെ പ്രോഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഫസ്റ്റ് വൺ heat generated is directly proportional to the product of square of current flowing through the conductor. രണ്ടാമത്തേത് to the resistance of conductor അല്ലേ? resistance of conductor. മൂന്നാമത്തേത് time of flow of current. അതായത് ഒരു കണ്ടക്ടർ എടുത്താൽ ആ കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ പ്രോഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും? ആ കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ സ്ക്വയറിനോടും അതുപോലെ ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനോടും അതുപോലെ ആ കണ്ടക്ടറിലേക്ക് എത്ര നേരമാണോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആ ടൈമിന്റെ പ്രോഡക്റ്റിനോടും കൂടെ ഈക്വൽ ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഇതാണ് ജൂൾസ് ലോ പറയുന്നത്. ജൂൾ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ജൂൾസ് ലോ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇതിന് യൂണിറ്റ് ഉണ്ട്. ഹീറ്റിന്റെ യൂണിറ്റ് എന്താ പറയുന്നത്? ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് എനർജിയാണ്. അപ്പൊ അതിന്റെ SI യൂണിറ്റ് വരുന്നത് ജൂളിലാണ് വരുന്നത്. ജൂൾ അല്ലെ? J കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ജൂളിലാണ് യൂണിറ്റ് വരുന്നത്. ഇനി നമുക്ക് ഇതിന് കുറെ ആപ്ലിക്കേഷനുകളുണ്ട്. അതായത് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന കുറെ അപ്ലയൻസസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഹീറ്റർ അല്ലേ? നമ്മൾ ഭക്ഷണം പാകം ചെയ്യാനും ചൂടാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന, വെള്ളം ചൂടാക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഹീറ്റർ എന്ന് പറയുന്നത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് അനുസരിച്ച് വർക്ക് ചെയ്യുന്നൊരു അപ്ലയൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് ഹീറ്റർ പോലെ തന്നെ മറ്റു സാധനമാണ് ഇലക്ട്രിക് കെറ്റില് അല്ലേ? ഇലക്ട്രിക് കെറ്റിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ യൂസ് ചെയ്യുന്ന കെറ്റില് അത് ജൂൾസ് ലോ അനുസരിച്ച് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ അയൺ ബോക്സ്, തേപ്പൊട്ടി അയൺ ബോക്സ് വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് ആണ് ഇല്ലേ? ജൂൾസ് ലോ ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ് വഴിയാണ് അയൺ ബോക്സ് വർക്ക് ചെയ്യുന്നത്. അപ്പം പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബൾബ്. നമ്മുടെ ബൾബില് സാധാരണ ബൾബ് അത് വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് വഴിയാണ്. പക്ഷെ ബൾബിൽ കുറച്ച് ലൈറ്റ് എഫക്റ്റും കൂടെ, ഇലക്ട്രിസിറ്റിയുടെ കുറച്ച് ലൈറ്റ് എഫക്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഹീറ്റ് ആണെങ്കിൽ കൂടെ കുറച്ച് എമൗണ്ട് ലൈറ്റും കൂടെ ഇലക്ട്രിക്കൽ എനർജിന്ന് വരുന്നുണ്ട്. അതാണ് നമ്മുടെ ബൾബിന്റെ കേസ്. അപ്പം പിന്നെ അടുത്തൊരു അപ്ലയൻസ് ആണ് ഫ്യൂസ് വയറുകൾ. ഫ്യൂസ് വയറുകൾ എന്നൊക്കെ പറയുന്നത് ഈ ജൂൾസ് ലോ അനുസരിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഫ്യൂസ് വയർ എന്താണെന്നൊക്കെ. അപ്പൊ ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ H=I²RT ആണ് അതിന്റെ ഇക്വേഷൻ. അതായത് ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദ കറന്റ് ത്രൂ ദ കണ്ടക്ടർ, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ടൈം ഓഫ് ഫ്ലോ ഓഫ് കറന്റ് ത്രൂ ദാറ്റ് കണ്ടക്ടർ. SI യൂണിറ്റ് വരുന്നത് ജൂൾസിലാണ്. ഇനി ഹീറ്റിംഗ് എഫക്റ്റ് വഴി വർക്ക് ചെയ്യുന്ന കുറച്ച് ഡിവൈസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണെന്ന് രണ്ട് ഡിവൈസിന്റെ കാര്യങ്ങൾ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ജൂൾസ് ലോ പ്രകാരം വർക്ക് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ഇലക്ട്രിക് ബൾബ്. ഇതിന് മറ്റു പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇൻകാൻഡസെന്റ് ലാമ്പ് എന്നും ഫിലമെന്റ് ലാമ്പ് എന്നും, ഫിലമെന്റ് ഉള്ളതുകൊണ്ട് ഫിലമെന്റ് ലാമ്പ് എന്നും ഒക്കെ അറിയപ്പെടുന്നതാണ് ഇലക്ട്രിക് ബൾബ്. ഇത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു
അപ്ലയൻസ് ആണ്. ഇതിലെന്ന് പറഞ്ഞാൽ ബൾബിനകത്ത് നമ്മളൊരു നൈസ് ഒരു തിന്നായിട്ടുള്ള ഒരു അലോയ് വയർ വെച്ചിട്ടുണ്ടാവും. അലോയ് എന്ന് പറഞ്ഞാൽ പല മെറ്റൽസിന്റെ മിശ്രിതമാണ്, അതായത് മിക്സ് ആണ് അലോയ് എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രിക് ബൾബിൽ യൂസ് ചെയ്യുന്ന അലോയ് എന്ന് പറഞ്ഞാൽ ടങ്സ്റ്റൺ ആണ് യൂസ് ചെയ്യുന്നത്. ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു അലോയ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ അലോയ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അലോയ് എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും അലോയ്സിന് ഉണ്ടാവുക. ഹൈ ആറും ഹൈ റോയും ആയിരിക്കും അല്ലെ. ഹൈ ആറായ ഹൈ റോയും ആയിരിക്കും. ഹൈ റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റും വളരെ കൂടുതലായിരിക്കും. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഉരുകുന്ന ടെമ്പറേച്ചർ. ആ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം മെൽറ്റിംഗ് പോയിന്റ് 3380 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് വരുന്നത്. അതായത് ഇത് ഭയങ്കര വലിയൊരു ടെമ്പറേച്ചറിൽ മാത്രമേ ഈ ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റീരിയൽ മെൽറ്റ് ആവുള്ളൂ. അപ്പൊ ഈ ടങ്സ്റ്റണിന്റെ തിൻ ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ നാരോ ഒരു വയറാണ് നമ്മൾ ഈ ബൾബിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് നമ്മൾ എന്നിട്ട് വേറെ ഗ്യാസുകളും മിക്സ് ചെയ്യുന്നുണ്ട്. നൈട്രജൻ, ആർഗൺ, അതുപോലെയുള്ള നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസും ഈ ബൾബിനകത്ത് മിക്സ് ആണ്. ഇതിനകത്ത് നമ്മൾ ഈ ഫിലമെന്റ് വെച്ചിരിക്കുക. ഈ ഫിലമെന്റിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഹൈ റെസിസ്റ്റീവ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ഹീറ്റ് ഡെവലപ്പ് ചെയ്താൽ പക്ഷേ 3380 ഡിഗ്രി സെൽഷ്യസ് വരെ അതിന് കപ്പാസിറ്റി ഉണ്ട്. മെൽറ്റ് ആവാതിരിക്കാൻ അതിന് കപ്പാസിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ അതെന്താവുള്ളൂ? മെൽറ്റ് ആയി പോവുള്ളൂ. അപ്പൊ അതിന് താഴെയുള്ള ടെമ്പറേച്ചർ വരെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് മെറ്റീരിയലും കൂടെ ആയതുകൊണ്ട് ടങ്സ്റ്റൺ അതിനകത്ത് മാക്സിമം സോഴ്സ് കൊടുക്കുന്ന എനർജി എന്തായിട്ട് ഡിസിപ്പേറ്റ് ആകും? ഹീറ്റ് എനർജി ആയിട്ട് ഡിസിപ്പേറ്റ് ആകും. കൂടാതെ ഒരു പാർട്ട് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജിയുമായിട്ടും ഡിസിപ്പേറ്റ് ആകും. അതാണ് നമ്മൾ ഗ്ലോ ചെയ്ത് കാണുന്നത്. പിന്നെ ഒപ്പം തന്നെ ഹീറ്റും അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗിന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ബൾബിൽ യൂസ് ചെയ്യുന്ന അലോയ് ഫിലമെന്റ് മെറ്റീരിയൽ ടങ്സ്റ്റൺ ആണ്. അതൊരു അലോയ് ആണ്. ഇനി രണ്ടാമത്തെ ഒരു അപ്ലയൻസ് അല്ല, ഒരു ഡിവൈസ് ആണ് ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്. നമ്മുടെ വീടുകളിലും ഫ്യൂസ് ഉണ്ട്, അതുപോലെ വലിയ വലിയ സർക്യൂട്ടുകളിലും ഫ്യൂസ് നമ്മളെല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഫ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് ഫ്യൂസ് എന്ന് പറയുന്നത്. ഫ്യൂസ് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുക, നമ്മൾ ലൈനിന് സീരീസ് ആയിട്ടായിരിക്കും ഫ്യൂസ് വയർ കണക്ട് ചെയ്യുക. അതായത് നമ്മുടെ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് ലൈനും ഉണ്ട്, ന്യൂട്രൽ ലൈനും ഉണ്ടല്ലോ. ആ ഫേസ് ലൈനിലായിരിക്കും നമ്മൾ എന്ത് കണക്ട് ചെയ്യുക? ഫ്യൂസ് വയർ കണക്ട് ചെയ്യുക. ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ ഒരു തിൻ വയറാണ്, തിൻ നാരോ ഒരു വയറായിരിക്കും. അതും ഇതുപോലെ ഒരു അലോയ് മെറ്റീരിയൽ ആണ് ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. നിക്രോം ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് സാധാരണ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും ഫ്യൂസ് വയറുകൾക്ക് ഉണ്ടാകുക. അതായത് ചെറിയ ടെമ്പറേച്ചറിൽ പോലും അത് പെട്ടെന്ന് മെൽറ്റ് ആകും. അതായത് ഹൈ റെസിസ്റ്റൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴാണോ ഒരു സഡൻ ഒരു വലിയൊരു എമൗണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുക, ആ സമയത്ത് ഇത് മെൽറ്റായി പൊട്ടിപ്പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് നമ്മൾ ലൈനിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ അങ്ങ് പൊട്ടിപ്പോകുമ്പോഴത്തേക്ക് ഇത്രയും സാധനം അങ്ങ് ഡിസ്കണക്ട് അല്ലെ. സീരീസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങോട്ട് പിന്നെ കറണ്ട് ഫ്ലോ സംഭവിക്കുന്നില്ല അല്ലെ. അതുകൊണ്ടാണ് ഇത് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണെന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴാണോ ഒരു ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ വരുന്നത്, ആ സമയത്ത് ഹെവി കറണ്ട് ആയിരിക്കും നമ്മുടെ സിസ്റ്റത്തിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഹെവി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഹൈ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ടെമ്പറേച്ചർ എന്താവും? കൂടും. ടെമ്പറേച്ചർ കൂടിയാൽ ഇത് ലോ മെൽറ്റിംഗ് പോയിന്റിൽ ബ്രേക്ക് ആവുന്ന ഡിവൈസ് ആണ്. അതായത് ചെറിയൊരു ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ തന്നെ ഇതങ്ങ് ബ്രേക്ക് ആയി പോകും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ? ഇതങ്ങ് ബ്രേക്ക് ആയി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡിവൈസ് മൊത്തം എന്താകും? ഐസൊലേറ്റ് ആയി പോകും. അതായത് കണക്ഷൻ ഇല്ലാതായി പോകും. അപ്പൊ കറണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഇവിടെ നമ്മൾ അപ്ലയൻസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വലിയ കറണ്ട് ഇതിനെ ബാധിക്കത്തില്ല. ഈ ഫ്യൂസ് കാരണം അപ്ലയൻസ് എല്ലാം പ്രൊട്ടക്റ്റ് ആയി ഇരിക്കും. അതാണ് നമ്മൾ ഫ്യൂസ് വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്. എപ്പോഴും ലൈനിന് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. പിന്നെ ഈസി റപ്ചർ, അതായത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള വയേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നിക്രോം വയറാണ് സാധാരണ ഫ്യൂസ് വയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്.
ഈ ഫ്യൂസ് വയർ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഫ്യൂസുകൾ വരുന്നുണ്ട്. ഇലക്ട്രോണിക് ഫ്യൂസ് ഉണ്ട്, കാട്രിഡ്ജ് ഫ്യൂസ് എന്നൊക്കെ പറഞ്ഞ് പല പല വെറൈറ്റി ഫ്യൂസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് ഡിവൈസിൽ യൂസ് ചെയ്യുന്നത് വേറെ, നമ്മുടെ ഇലക്ട്രിക്കൽ ഡിവൈസിൽ യൂസ് ചെയ്യുന്ന വേറെ, അങ്ങനെ പല വെറൈറ്റീസിൽ ഫ്യൂസുകൾ മാർക്കറ്റിൽ ഉള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ട് ആപ്ലിക്കേഷൻ, ജൂൾസിലൂടെ രണ്ട് ആപ്ലിക്കേഷൻ പറയാനുള്ളത്. ആദ്യത്തത് ഇലക്ട്രിക് ബൾബ് പറഞ്ഞു, രണ്ടാമത്തത് ഫ്യൂസ് വയറും പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് പവർ. ഇലക്ട്രിക് പവർ എന്താന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ വീടുകളിലെല്ലാം ഫാന്, ലൈറ്റ്, ബൾബ് അങ്ങനെയുള്ള ഒരുപാട് അപ്ലയൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇലക്ട്രിക്കൽ എനർജി വേണം, അല്ലെ? ഇലക്ട്രിക്കൽ എനർജി വേണം. അപ്പൊ നമുക്കൊരു ഫാൻ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഇടാം സ്വിച്ച്, ഫാനിലേക്ക് കണക്ട് ചെയ്യുന്ന സ്വിച്ച് ഓൺ ആക്കണം. ആ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഫാൻ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുവാണ് ചെയ്യുന്നത്, അല്ലെ? ഇലക്ട്രിക്കൽ എനർജിയെ ആ ഫാൻ കൺസ്യൂം ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ആ ഫാനിന്റെ യൂസ്ഫുൾ വർക്കായിട്ട്, ഇപ്പൊ ഫാൻ ആകുമ്പോൾ കറങ്ങാനുള്ള വർക്കായിട്ട് ആ ഇലക്ട്രിക്കൽ എനർജി അത് മാറ്റുവാണ് ചെയ്യുന്നത്, അല്ലെ? ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് എന്തെങ്കിലും ഒരു ഉപകരണം വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സോഴ്സ് നമുക്ക് അവിടെ നിന്ന് എടുക്കുന്നത്. ഇപ്പൊ ഫാനിന്റെ കേസിൽ ഫാൻ കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് യൂസ്ഫുൾ വർക്കായിട്ടാണ് ആ ഇലക്ട്രിക്കൽ എനർജിയെ മാറ്റുന്നത്. ഇപ്പൊ പവർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് എത്ര എനർജി നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് എന്തോരം ഇലക്ട്രിക്കൽ എനർജി നമ്മൾക്ക് ആവശ്യമാണ്, അതാണ് പവർ എന്ന് പറയുന്നത്, അല്ലെ? പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാൻ അത് കൺസ്യൂം ചെയ്യുന്ന എനർജി, അതാണ് അതിന്റെ ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിക്കൽ പവറിന് മറ്റൊരു ഡെഫിനിഷൻ പറയാം. ഇറ്റ് ഈസ് ദ എനർജി, ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് പെർ യൂണിറ്റ് ടൈം. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ, സപ്പോസ് ഒരു സെക്കൻഡ് ആണ് നിൽക്കട്ടെ, ഒരു സെക്കൻഡിൽ ഒരു അപ്ലയൻസ് എടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ അളവാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. സപ്പോസ് ഇപ്പം 500 ജൂൾ ആണ് അതെടുക്കുന്ന പവർ എന്നിരിക്കട്ടെ. 500 ഒരു അപ്ലയൻസ്, ഫാനോ ബൾബോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് 500 ജൂൾ പവർ, 500 ജൂൾ ഓഫ് എനർജി 5 സെക്കൻഡ് നേരം കൊണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ, 500 ജൂൾ ഓഫ് എനർജി 5 സെക്കൻഡ് നേരം കൊണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ പവർ എന്ന് പറയുന്നത് 500 ജൂൾ ബൈ 5 സെക്കൻഡ് ആയിരിക്കും. അതായത് ഒരു സെക്കൻഡിൽ അത് 100 ജൂൾ പവർ, 100 ജൂൾ എനർജി എടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പൊ ഫാനിന്റെ കേസിൽ ഫാൻ കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ 100 ജൂൾ എനർജി ഒരു സെക്കൻഡിൽ എടുക്കുന്നതെങ്കിൽ ഫാനിന്റെ പവർ എന്ന് പറയുന്നത് 100 ആയിരിക്കും. മനസ്സിലായോ? അപ്പം ഇലക്ട്രിക്കൽ പവർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി അക്വയർഡ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു അപ്ലയൻസ് എടുക്കുന്ന ഇലക്ട്രിക് എനർജിയാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. പവറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ പി കൊണ്ട് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ പി നമുക്ക് എങ്ങനെ എഴുതാം? പി ഈക്വൽ ടു ഇ ബൈ ടി എന്ന് നമുക്ക് എഴുതാം. ഇ ഫോർ എനർജി, എനർജി അക്വയർഡ് പെർ യൂണിറ്റ് ടൈം. ഇവിടെ ഈ എനർജി എടുത്തിരിക്കുന്നത് കൂടുതലും റെസിസ്റ്റീവ് ഡിവൈസസുകളായതുകൊണ്ട് ഹീറ്റ് എനർജി ആയിട്ടായിരിക്കും കൂടുതലും വർക്ക് മാറുക. അപ്പൊ ഇക്ക് പകരം നമുക്ക് എച്ച് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. പി ഈക്വൽ ടു എച്ച് ബൈ ടി എന്ന് വരും. ഇനി നമ്മൾ ജൂൾസ് ലോ പ്രകാരം എച്ചിന് നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഐ സ്ക്വയർ ആർ ടി എന്നൊരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഡിവൈഡഡ് ബൈ ടി ആണ് വരുന്നത്. ഈ ടിയും ടിയും കൂടെ ക്യാൻസൽ ആയി പോകും. ഫൈനലി പിക്കുള്ള ഇക്വേഷൻ പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്ന് വരും. പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. ഇത് പവറിനുള്ള ഒരു ഇക്വേഷൻ. ഇനി മറ്റൊരു രീതിയിൽ ഇക്വേഷൻ നമുക്ക് എഴുതാം. അതായത് ഓംസ് ലോ പ്രകാരം നമുക്ക് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്, അല്ലെ? വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇതിൽ നിന്ന് ആർ എന്ത് വരും? ആർ ഈക്വൽ ടു വി ബൈ ഐ വരും, അല്ലെ? ആർ ഈക്വൽ ടു വി ബൈ ഐ വരും. ഈ ആറിന്റെ വാല്യൂ നമ്മൾ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ പി എങ്ങനെയാ വരുന്നത്? ഐ സ്ക്വയർ ഇൻറ്റു ആറിന് പകരം വി ബൈ ഐ വന്നു, അല്ലെ? ഇവിടെ ഒരു ഐ ഉണ്ട്, ഇവിടെ ഒരു ഐ ഉണ്ട്, ക്യാൻസൽ ആയി പോയി. അപ്പൊ ഫൈനൽ പി എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു ഐ, അല്ലെ? വി ഇൻറ്റു ഐ. ഇതാണ്
പവറിനുമല്ല. മെയിൻ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ഐ, പവർ പി ഈക്വൽ ടു വി ഐ. കോമൺലി നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ഇക്വേഷൻ ആണ് പവർ പി ഈക്വൽ ടു വി ഐ. കാരണം നമുക്ക് മോസ്റ്റ് കേസിലും തന്നിരിക്കുന്നത് വോൾട്ടേജും കറണ്ടും ആയിരിക്കും. ഹീറ്റ് ആൻഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവില്ല. വോൾട്ടേജും കറണ്ടുമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, വോൾട്ടേജിനെയും കറണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ ഇതാണ് എന്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്, പവറിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്ന് എഴുതാം, അതുപോലെ പി ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇതിൽ നിന്ന് വി എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ആർ ആണ്, തിരിച്ച് ഐ സ്ക്വയർ ആർ വരും. അല്ലെങ്കിൽ ഇതിന് ഐക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വി ബൈ ആർ വരും. അപ്പൊ നമുക്ക് വി സ്ക്വയർ ബൈ ആർ എന്നൊക്കെ അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഒക്കെ എഴുതാൻ പറ്റും ഓംസ് ലോ വെച്ചിട്ട്. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. ഇലക്ട്രിക് പവർ പി എന്ന് പറഞ്ഞാൽ എനർജി കൺസ്യൂംഡ് ബൈ ആൻ അപ്ലയൻസ് ഇൻ എ യൂണിറ്റ് ടൈം ടു ഡൺ എ യൂസ്ഫുൾ വർക്ക്. ഒരു യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ ആ അപ്ലയൻസിന് എന്തോരം ഇലക്ട്രിക്കൽ എനർജി ഒരു സെക്കൻഡിൽ ആവശ്യമുണ്ട്. അതാണ് അതിന്റെ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. പി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. പി കണ്ടുപിടിക്കാനുള്ള രണ്ട് മെയിൻ ഇക്വേഷൻ ആണ് ഐ സ്ക്വയർ ആറും വി ഇൻറ്റു ഐ. ഇതിൽ വി ഐ ആണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൊമേഴ്ഷ്യൽ യൂസിൽ ഇലക്ട്രിക്കൽ എനർജി, അതായത് നമ്മുടെ വീടുകളിൽ നമ്മൾ പവർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ഇലക്ട്രിക്കൽ പവർ എടുക്കുന്ന ആവശ്യമുണ്ടല്ലോ നമുക്ക്. നമ്മുടെ വീടുകളിലെ അപ്ലയൻസസ് എല്ലാം വർക്ക് ചെയ്യാൻ നമുക്കും ഇലക്ട്രിക് പവർ ആവശ്യമുണ്ട്. അപ്പൊ അതിന് എങ്ങനെയാണ് നമ്മൾ അത് മെഷർ ചെയ്യുന്നതെന്നൊക്കെയാണ് നോക്കുന്നത്. ഇവിടെ സാധാരണ കേസിൽ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്. പവറിന്റെ എസ് ഐ യൂണിറ്റ്, പവറിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സ് ആണ്. പവറിന്റെ എസ് ഐ യൂണിറ്റ് ഡബ്ല്യു കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. വാട്ട്സ് ആണ് പവറിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. പക്ഷെ നമ്മുടെ വീടുകളിലെല്ലാം കിലോ വാട്ട് അവർ എന്ന് പറയുന്ന യൂണിറ്റിലാണ് പവർ മെഷർ ചെയ്യുന്നത്. ഏതാണ് കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ അതായത് ഒരു മണിക്കൂറിൽ എത്ര കിലോ വാട്ടാണ് കൺസ്യൂം ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു മണിക്കൂറിൽ എത്ര കിലോ വാട്ട് അവർ ആണ്, എത്ര കിലോ വാട്ട് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളതാണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ജൂളിലേക്ക് വേണമെങ്കിൽ മാറ്റാം. അതായത് ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ് അല്ലെ. ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. അതുപോലെ ഒരു ഹവർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ് ആണ്. ഒരു അവർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ് ആണ് ഒരു അവർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ, ഒരു കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ ഏകദേശം എന്ത് വരും, 36 × 10⁵ ജൂൾ വരും അല്ലെ. 36 × 10⁵ ജൂൾ അല്ലെങ്കിൽ 3.6 × 10⁴ ജൂൾ വരും ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. ഇത് ജൂളിലേക്കുള്ള കൺവേർഷൻ ആണ്. 1 കിലോ വാട്ട് അവർ ഈക്വൽ ടു 36 × 10⁵ ജൂൾ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, നമ്മൾ എപ്പോഴും പറയുക കിലോ വാട്ട് അവറിലായിരിക്കും കൊമേഴ്ഷ്യൽ യൂണിറ്റ്. പവറിന്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് വരുന്നത് കിലോ വാട്ട് അവർ ആയിരിക്കും. എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സിലാണ് പറയുക. ഇത് നമ്മൾ കൺവെൻഷനലി ജൂളിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. ഒരു കിലോ വാട്ട് എന്ന് പറയുമ്പോൾ 1000 വാട്ടാണ്. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡുമാണ്. അതങ്ങനെ എഴുതിയതേ ഉള്ളൂ. ഇന്ന് ഓർത്തിരിക്കണമെന്നില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. നമ്മൾ പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്, ഒരു ഇലക്ട്രിക്കൽ എനർജി അപ്ലയൻസിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡിൽ അത് എന്തോരം കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതിന്റെ അളവാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. പി കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഐ സ്ക്വയർ ആർ, അതുപോലെ വി ഇൻറ്റു ഐ എന്ന് പറയുന്നത്. ഇനി അതിന്റെ യൂണിറ്റ് വരുന്നത് വാട്ട്സിലാണ് യൂണിറ്റ് വരുന്നത്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് അവറിലാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഒന്നും കൂടെ പറയാം. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് പഠിച്ചു. നമ്മൾ റെസിസ്റ്ററുകൾ പാരലലിൽ കണക്ട് ചെയ്താൽ എന്തൊക്കെയായിരിക്കും വരുന്നതെന്ന് പഠിച്ചു. പിന്നെ ഹീറ്റിംഗ് എഫക്റ്റ് പഠിച്ചു. അതിന്റെ 2 ആപ്ലിക്കേഷനുകൾ പഠിച്ചു. ജൂൾസ് ലോ എന്താണെന്ന് പഠിച്ചു. ലാസ്റ്റ് പഠിച്ചതാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ ഡൗട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.
പിന്നെ ഇനി വരും ക്ലാസ്സുകളിൽ ഇതിൻ്റെ ന്യൂമറിക്കൽസ്, പ്രോബ്ലംസും അതുപോലെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ഈ വരും വീഡിയോസ് വരും ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതനുസരിച്ച് ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഇതിൻ്റെ പ്രോബ്ലം സെക്ഷനുകൾ ചെയ്യുക.